തെരച്ചിൽ നടത്താൻ ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നതും ഈ മഴ തന്നെയാണ്. ഇപ്പം മഴ മാറി നിൽക്കുന്നുണ്ടോ? ഈ അവിടുത്തെ ഒരു പൊതു സാഹചര്യം, അന്തരീക്ഷം എങ്ങനെയാണ് മധു? ആര്യ, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴയെപ്പറ്റി എന്തെങ്കിലും പറയാൻ എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ മഴ മാറി നിൽക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ എന്താ പറയുക, പിന്നെ മഴ പൊട്ടിയൊലിച്ച് ആകാശം പൊട്ടിയൊലിച്ച് വരുന്ന പോലെ മഴ പെയ്തു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്തായാലും മുണ്ടക്കൈയിൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഒക്കെ ഇവിടെ കണ്ടിട്ടുള്ളത്, ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നലെ രാത്രി മുതൽ മഴ ചാറി നിൽക്കുന്നു എന്നതിനപ്പുറത്ത് ഉള്ള ആ ആഞ്ഞു പെയ്ത്ത് അതുണ്ടായിട്ടില്ല അല്ലേ അജയ്? ഇന്നലെ ഇപ്പോൾ നേരം പുലരുമ്പോൾ ഇന്നലെ പോയൊരു രാത്രിയുടെ ഒരു ആശ്വാസം നമുക്കുണ്ട് മഴയുടെ. ഇന്നലെ നമ്മൾ ഉരുൾ പൊട്ടി ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും മഴയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടായത്. അത് ഇതുവരെ അതിനിടയിൽ NDRF അംഗങ്ങൾ ഒരിക്കൽ കൂടി എത്തുന്നു. ഈ തെരച്ചിലുകളിലെല്ലാം ഇവരാണ് ഏറ്റവും മുന്നിൽ നിന്ന് രാപ്പകലില്ലാതെ ഇവിടെ നിന്നിരുന്നത്. ഇവരുടെ നോക്കൂ, ഇവരിപ്പോൾ ആ വെള്ളാർമല സ്കൂളിൻ്റെ ഇപ്പോൾ കുറച്ചുകൂടി എനിക്ക് ദൃശ്യങ്ങളിൽ എത്രത്തോളം ഈ വെളിച്ചം അവിടേക്ക് പകർത്താനാകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുറച്ചുകൂടി ആ തകർന്നു കിടക്കുന്ന അതിനും അപ്പുറത്ത് കോട മൂടിയ മലനിരകൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം. അതിനപ്പുറത്ത് അജയ്, അതും ആ മേഖലയിലാണ് നമ്മൾ പറഞ്ഞ പോലെ ഇവിടുന്ന് തിരിഞ്ഞ് മുണ്ടക്കൈ ബെൽറ്റിലേക്ക് പോകേണ്ടത്. അത് പോകേണ്ട വഴി ഇതിലെയാണ്. അതിൽ നമ്മളെ ഈ പറഞ്ഞ സ്കൂൾ റോട്ടിലും പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ഷോർട്ട് കട്ടാണത്. ഓക്കെ. ആ പണ്ടുണ്ടായിരുന്ന ആ എളുപ്പവഴികൾ എല്ലാ എളുപ്പവഴികളെയും തുടച്ചു നീക്കിക്കൊണ്ട് വഴികളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രകൃതി അലറി അടുത്തപ്പോൾ ആര്യ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ മഴ തെല്ലൊന്ന് മാറി നിൽക്കുന്നു, മാനം തെളിഞ്ഞു എന്ന് പറയാനായിട്ടില്ല. ചെറിയ നൂലുപോലെ മഴ പെയ്തു വീഴുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആര്യ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ നിന്നാൽ, ഇതുപോലെ ഒന്ന് ഉറച്ച് വെയിലുദിച്ച് ഇനിയുള്ള പകലൊക്കെ നിന്നാൽ മാത്രമേ അങ്ങോട്ട് എന്തെങ്കിലും കടന്നെത്താനാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒഴുകി പാഞ്ഞു വരുന്ന നമുക്കിപ്പോൾ അത് കുറച്ചുകൂടി കാണാം. രണ്ടായി പൊഴിഞ്ഞ് ആര്യ, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആര്യ. ഞാൻ മുമ്പ് പലവട്ടം വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഇന്നലെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ രാത്രിയായിരുന്നു. എനിക്ക് ഇതുപോലെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവമേ, ഇത്തരമൊരു ദുരന്തത്തിലേക്ക് നമ്മളെ ഒരിക്കലും കൊണ്ടുപോകരുത്. ഇത്തരമൊരു കാഴ്ചകൾ നമ്മളെ കാണാൻ ഒരിക്കലും നമ്മളെ എത്തിക്കരുതേ എന്നുള്ള അത് മാത്രമേ നമുക്കിനി പറയാനുള്ളൂ ആര്യ. കാരണം നോക്കൂ, ഇത്ര വലിയൊരു ദുരന്തം നമുക്ക് ഒന്ന് നേരം വെളുത്ത് വരുമ്പോൾ നമ്മൾ കാണുകയാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി. അജയ്, ഇത്ര ചെറിയ പുഴയുണ്ടായിരുന്നതാണ് ഈ ഒരു പ്രദേശം മുഴുവൻ എന്ന വിധത്തിൽ മാറിയിരിക്കുന്നത്. നമ്മളെല്ലാം ഈ പുഴയിലൂടെ ഈ വേനൽക്കാലത്ത് ഇതിലൂടെ നടന്ന് സ്കൂളിൻ്റെ പരിസരത്ത് വരെ പോയ എത്രയോ ചിത്രങ്ങൾ ഞാൻ പകർത്തിയതാണ്. ആ സ്ഥലമാണ് ഇന്ന് ഇത്രയും ഭീകരമായ വെള്ളത്തോടുകൂടെ എത്രയോ ജീവനുകളെ കൊണ്ടുപോയിക്കൊണ്ട് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അവൻ്റെ സംഹാര താണ്ട ഇതുവരെയും നിന്നിട്ടില്ല. ആര്യ, ഒരു ഉരുൾപൊട്ടി വന്നത് ഈ പുഴയിലേക്ക് ചേരുന്നു. പുഴ കുത്തിയൊലിച്ചു എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഒരു മലയപ്പാടെ ഇടിഞ്ഞു വന്ന് പുഴയിലേക്ക് വരുമ്പോൾ അതിന് മുമ്പില്ലാത്ത വേഗം വരുന്നു. ഇപ്പോൾ റോഡ് നമുക്ക് കുറച്ചുകൂടി കാണാം. ഈ മുമ്പില്ലാത്ത ആ രൗദ്രഭാവത്തിൽ ഭീകരമായി പുഴ ഒഴുകുകയാണ്. ഭീകരം എന്ന വാക്ക് നമ്മളൊക്കെ പലപ്പോഴും വെറുതെ പറയാറുണ്ട്. ഇതാണ് പേടിപ്പിക്കുന്നതാണ് ആര്യ, അക്ഷരാർത്ഥത്തിൽ പേടിപ്പിക്കുന്നതാണ്. ഈ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ തൂണുകൾ അവിടെ നിന്ന് തൂത്തുവാരി കൊണ്ടുപോയ ആ നിൽക്കുന്ന തറകൾ മാത്രമേ ഉള്ളൂ. ഷമീർ മച്ചിക്കൽ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ചെന്നപ്പോഴൊക്കെ തറ മാത്രമേ ഉള്ളൂ, വേറൊന്നും കാണാനില്ല, തറ മാത്രമേ ഉള്ളൂ. ഞാൻ അതാണ് ആര്യ പറഞ്ഞത്, ഒന്ന് എണീറ്റ് നിൽക്കാൻ, ഒന്ന് തലപൊക്കി നിൽക്കാൻ അംബീഷ്യസ് ആയിട്ട് മനുഷ്യൻ ശ്രമിച്ച ഘട്ടങ്ങളെ മുഴുവൻ, ആ സാധ്യതകളെ മുഴുവൻ, ആ സാഹചര്യങ്ങളെ മുഴുവൻ പ്രകൃതി വടിച്ചെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന കാര്യം. നമ്മൾ മറ്റ് പലയിടത്തും ചെല്ലുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ആര്യ, ഇവിടെ ഒരാൾക്ക് പോലും രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കുന്ന ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല. ഇന്നലെ ക്യാമ്പുകളിൽ ചെന്നപ്പോൾ നമ്മളത് കണ്ടു. കാരണം എല്ലാവർക്കും ഒരു പാതിരാത്രി ഒരു പേക്കിനാവിലേക്ക് എടുത്തെറിയപ്പെടുക. ഞാൻ വീണ്ടും പറയുന്നു, സുമതേച്ചി ഇന്നലെ പറഞ്ഞ കാര്യം, ഒറ്റ വാക്ക്, ഒരു ശബ്ദം കേട്ട്
നോക്കിയപ്പോൾ കാല് വച്ചത് ചേറിലേക്കാണ്. അതാണ് നമ്മളൊരു പുഴയിലേക്ക് വീഴുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ നമ്മൾ ജലത്തിലേക്ക് ഒക്കെ വീഴുന്നതൊക്കെ പലരും സ്വപ്നം കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ സ്വപ്നത്തിലേക്ക് അതൊരു പേക്കിനാവായി കടന്നു വരുമ്പോൾ അത് നമ്മൾ സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്ത് എന്ന വിധത്തിൽ മാത്രമേ അതിനെ കാണാനാവുള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് കാണാം ഈ ചെന്ന് നിൽക്കുന്നത് ഇവിടെ എവിടെ വേണമെങ്കിലും പുതഞ്ഞു പോകാം. വീടുകൾക്കപ്പുറത്ത് ഏറ്റവും സുരക്ഷിതം എന്ന് കരുതിയിരുന്ന വീടുകൾക്കപ്പുറത്ത് ആ വീടിനേക്കാൾ വലിയ പാറക്കല്ലുകൾ, ഉരുളൻകല്ലുകൾ വന്ന് പതിക്കുന്നു. ഇന്നലെ ഇവിടെ നിന്ന് ഈ വെള്ളം സൂചിപ്പാറയിലേക്ക് എത്തി. അവിടെ നിന്ന് പോത്തുകല്ലിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ആ ദൂരം, ആ ഉയരം അത് എത്രത്തോളം എന്നുള്ളതാണ്. അവിടേക്ക് ആ ദൂരം നമുക്കറിയാം. അത്രയ്ക്കും ഉയരത്തിൽ നിന്ന് വീണു പതിച്ച ദേഹങ്ങളാണ് നമുക്കിന്നലെ നിലമ്പൂരിൽ നിന്നും പോത്തുകല്ലിൽ നിന്നുമൊക്കെ കിട്ടിയത്. അതിപ്പോൾ ആ താൽക്കാലിക പാലത്തിലൂടെ മുണ്ടക്കൈയിലേക്ക് കടക്കാനുള്ള ശ്രമമുണ്ട്. ഷഹീദ് അവിടെയുണ്ട് അല്ലേ? ഷഹീദും ജോമും ആര്യ ഇപ്പോൾ ആ പാലത്തിലൂടെ കടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്ന് പെട്ടെന്ന് ഷഹീദിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വിളിക്കാൻ പറയാം മധുവേട്ട. എന്തായാലും